വെബ് ഡെവലപ്മെന്റ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് PHP പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സിസ്റ്റത്തിൽ സി ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. സി ഡ്രൈവ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് സാമ്പ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് htdocs എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. അതായത് ഇതാണ് നമ്മുടെ സെർവർ ഫോൾഡർ എന്ന് പറയുന്നത്. നമ്മൾ സാമ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന നമ്മുടെ സെർവർ ഫോൾഡർ ആണ് ഇത്. സിക്കകത്ത് സാമ്പിനകത്ത് htdocsനകത്ത് ഇതിനകത്തായിരിക്കും നമ്മൾ നമ്മുടെ ഫസ്റ്റ് PHP പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ അതിനുവേണ്ടി ആദ്യം നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ ലേൺ PHP എന്ന് പേര് കൊടുക്കുന്നു. ലേൺ PHP എന്ന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുന്നു. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കോഡ് എഡിറ്റർ. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം വെൽക്കം എന്ന് കാണുന്ന വിൻഡോ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിനകത്ത് നമ്മൾ നമ്മുടെ ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ നമ്മൾ നമ്മുടെ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സിക്കകത്ത് സാമ്പ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് htdocs എന്ന് പറയുന്ന ഫോൾഡറിന്റെ അകത്ത് ലേൺ PHP എന്ന് പറയുന്ന ഫോൾഡറാണ്. സോ ഞാൻ ലേൺ PHP എന്ന് പറഞ്ഞ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ഫോൾഡർ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്തു വരുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്ട് ഫോൾഡർ നമ്മൾ VS കോഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ദെൻ നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ബട്ടണാണ്. ആ ഫയൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ index.php എന്ന് പറയുന്ന പേരിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. .php എന്ന് പറയുന്നത് PHP എന്നുള്ളതിന്റെ എക്സ്റ്റൻഷൻ ആണ്. സോ നമ്മൾ index.php എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് ക്രിയേറ്റ് ചെയ്തു. ദെൻ അത് നമ്മുടെ VS കോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിരിക്കും നമ്മൾ നമ്മുടെ പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. അതിനുവേണ്ടി എക്സ്ക്ലമേഷൻ മാർക്ക് ഞെക്കി കഴിഞ്ഞാൽ ദെൻ എന്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു HTML പേജിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ കിട്ടും. ഒരു ബേസിക് ആയിട്ടുള്ള HTML പേജിന്റെ സ്ട്രക്ചർ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. ഇതിനകത്ത് ഈ ബോഡി എന്ന് പറയുന്ന ടാഗിനകത്താണ് നമ്മൾ PHP കോഡ് കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതുന്നത്. കാരണം ഈ ബോഡിക്കകത്ത് ഈ ബോഡി എന്ന് പറയുന്ന ടാഗിനകത്ത് നമ്മൾ എന്താണോ എഴുതുന്നത് അത് മാത്രമായിരിക്കും നമ്മൾ സ്ക്രീനിൽ വിസിബിൾ ആകുന്നുണ്ടാവുക. നമുക്ക് ആദ്യം ജസ്റ്റ് ഇതിന്റെ ടൈറ്റിൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഡിഫോൾട്ട് നമുക്ക് കിട്ടുന്ന ടൈറ്റിലാണ്. നമ്മൾ അത് മാറ്റിയിട്ട് നമ്മൾ ലേൺ PHP എന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ലേൺ PHP എന്ന് പറയുന്നത് നമ്മൾ ടൈറ്റിൽ മാറ്റിയിട്ടുണ്ട്. ദെൻ നമുക്ക് ബോഡിക്കകത്ത് നമ്മൾ PHP നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ എപ്പോഴും ഒരു PHP പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് PHP എന്ന് പറയുന്ന ഒരു സിമ്പിളിലാണ്. PHP ഓപ്പണിംഗ് ടാഗും ഉണ്ട്, PHP ക്ലോസിംഗ് ടാഗും ഉണ്ട്. PHP ഓപ്പണിംഗ് ടാഗിനകത്തും ക്ലോസിംഗ് ടാഗിനകത്തുമാണ് നമ്മൾ PHP പ്രോഗ്രാം എഴുതുന്നത്. PHPയുടെ ഓപ്പൺ ടാഗ് എഴുതാനായിട്ട് ആദ്യം നമ്മൾ ഒരു ലെസ് ദാൻ സിമ്പിൾ എഴുതുന്നു. ദെൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എൻ്റർ ചെയ്യുന്നു. ദെൻ PHP എന്ന് എൻ്റർ ചെയ്യുന്നു. ഇതാണ് PHPയുടെ ഓപ്പണിംഗ് ടാഗ്. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ അത് PHPയുടെ ക്ലോസിംഗ് ടാഗായി. ഇതിനകത്ത് ഈ ഒരു രണ്ട് സിമ്പിളിനുള്ളിൽ നമ്മൾ എന്ത് എഴുതി കൊടുക്കുന്നോ അതെല്ലാം PHP ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മളൊരു PHP പ്രോഗ്രാം എഴുതുന്നത് ഇതിനകത്തായിരിക്കും. ഇതിനകത്ത് എന്താണോ എഴുതി കൊടുക്കുന്നത് അതാണ് PHP എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ എന്ന് പറയുന്ന കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്കോ എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ ബ്രൗസറിൽ എന്തെങ്കിലും ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കാം. എക്കോ ഡബിൾ കോട്ട്സിനകത്ത് നമുക്ക് എന്താണോ വേണ്ടുന്നത് നമ്മൾ എഴുതി കൊടുക്കുന്നു. ഞാൻ ജസ്റ്റ് ഇവിടെ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. ഹലോ വേൾഡ് എന്ന് കൊടുത്തു. ദെൻ ഒരു സെമിക്കോളൻ കൊടുത്തു. എപ്പോഴും നമ്മളൊരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് സെമിക്കോളൻ കൊടുക്കാറുണ്ട്. കാരണം ഈ സെമിക്കോളൻ എന്ന് പറയുന്നത് ആ ഒരു ലൈൻ അവിടെ എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെമിക്കോളൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിപ്പോ നമ്മൾ ഫസ്റ്റ് നമ്മുടെ PHP പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു. ദെൻ സേവ് ചെയ്തു.
ഇനി നമുക്ക് നമ്മുടെ ബ്രൗസറിൽ ഈ പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ സാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കൺട്രോൾ പാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഗൂഗിൾ ക്രോമിൽ വന്നതിന് ശേഷം നമ്മൾ അവിടെ ലോക്കൽ ഹോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ലോക്കൽ ഹോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ലോക്കൽ ഹോസ്റ്റിനകത്ത് നമ്മൾ നമ്മുടെ പി എച്ച് പി പ്രോഗ്രാമിന്റെ പേര് കൊടുത്തിരിക്കുന്നത് ലേൺ പി എച്ച് പി എന്നാണ്. LEARN ലേൺ പി എച്ച് പി എന്നാണ് നമ്മൾ പി എച്ച് പി പ്രോഗ്രാമിന്റെ ഫോൾഡർ നെയിം കൊടുത്തിരിക്കുന്നത്. ദെൻ ഇൻഡെക്സ് ഡോട്ട് പി എച്ച് പി, ഇതാണ് നമ്മുടെ ഫുൾ പ്രൊജക്ട് URL എന്ന് പറയുന്നത്. എന്റർ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ പി എച്ച് പി പ്രോഗ്രാം നമ്മൾ ഇവിടെ റൺ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. ബ്രൗസർ അതുപോലെ തന്നെ നമുക്കത് പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ വ്യൂ പേജ് സോഴ്സ് നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ബോഡിയിൽ ഹലോ വേൾഡ് എന്നിവിടെ പ്രിന്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു സ്ട്രിങ്ങും കൂടെ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ലേൺ പി എച്ച് പി എന്ന് കൊടുക്കുന്നു. ലേൺ പി എച്ച് പി എന്ന് നമ്മൾ അവിടെ എന്റർ ചെയ്തിട്ടുണ്ട്. ദെൻ സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്തു. വീണ്ടും ആ ഫയൽ ഒന്നുകൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ വേൾഡ് ലേൺ പി എച്ച് പി എന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് സ്ട്രിങ് പ്രിന്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഈ ഹലോ വേൾഡും ലേൺ പി എച്ച് പി എന്നുള്ളത് അടുത്ത ലൈനിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് BR ടാഗുകളാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്കോ BR എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അടുത്ത ലൈനിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹലോ വേൾഡ് ലേൺ പി എച്ച് പി എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ലൈനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു HTML എലമെന്റ് എക്കോ ടാഗ് ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത് നോക്കാം. H1 എന്ന് പറയുന്നത് നമുക്കറിയാം, HTML പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടാവും, ഹെഡിങ് ടാഗുകളാണ്. H1 to H6 എന്ന് പറയുന്നത് ഹെഡിങ് ടാഗാണ്. H1 എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഹെഡിങ് ടാഗാണ് നമ്മൾ H1 ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. H1 ടാഗ് ഓപ്പൺ ചെയ്തു, H1 ടാഗ് ക്ലോസ് ചെയ്തു. ദെൻ നമുക്ക് ഇവിടെ എന്താണോ എഴുതി കൊടുക്കേണ്ടത് അത് നമ്മൾ കൊടുക്കുന്നു. മൈ ഹെഡിങ്ങിന് ഞാൻ കൊടുത്തു. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വലിയ ടെക്സ്റ്റില് മൈ ഹെഡിങ് എന്നും പറഞ്ഞ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് പി എച്ച് പിയിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഹെഡിങ് ടാഗുകൾ, HTML എലമെന്റ് എങ്ങനെയാണ് എഴുതുന്നത്, BR ടാഗുകൾ എങ്ങനെയാണ് എഴുതുന്നത് എന്നെല്ലാം മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.